എടാ ജാനു, ഓ ഞാനും എന്റെ കുടുംബവും ഈടെ അന്തസ്സായിട്ടാണ് ജീവിക്കുന്നത്. അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായേ? ഈ ഫ്രഞ്ച് മാസം ആരാത്ത ഓണ വിചാരം? താ ബൽഫി. മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതി പറയണ്ടേ ഏട്ടാ. ഹോ, നിങ്ങളും നിങ്ങളുടെ ഒടുക്കത്തെ ഒരു ഫ്രഞ്ചും. കാക്കി കുപ്പായോ വിട്ട് കണ്ട അണ്ടനെ അഴകോടനെ ഓട്ടോയിൽ കയറ്റി പോവുക. തറവാട്ടിൽ പറയുന്ന പെൺകുട്ടികൾക്ക് പറ്റിയ പണിയാണോ ഇത്? ഉളുപ്പില്ലാത്ത പെണ്ണ്, മോഴേ ഓ നാണക്കേട്. ഓ അതാ ഇപ്പൊ കാര്യം. ഓട്ടോ ഓടിക്കുന്ന അത്ര അന്തസ്സില്ലാത്ത പണിയൊന്നുമല്ല. നിങ്ങൾ ഫ്രാൻസിൽ ജീവിച്ച ആളാ, എന്നിട്ടാ ഇങ്ങനെയൊക്കെ പറയണേ? എങ്കിൽ ഓളോട് പോയി തീവണ്ടി കുടിക്കാൻ പറയും, ഇല്ലെങ്കിൽ വിമാനം പറപ്പിക്കട്ടെ. കണ്ണൂരും കോഴിക്കോടും ഒക്കെ പെണ്ണുങ്ങൾ ഓട്ടോ ഓടിക്കണില്ലേ? എന്തേ അവരൊക്കെ മോശക്കാരാ? നിങ്ങളുടെ ഫ്രാൻസിലെ പെണ്ണുങ്ങള് ബസ്സും ലോറി ഓടിക്കണില്ലേ? ഫ്രാൻസിലെ പെണ്ണുങ്ങളൊക്കെ തുള്ളിച്ചളാ. ഈ ഉപ്പ് ഓടെ കൂടി പ്രസംഗിക്കാൻ പഠിച്ചു. സേപ്പാ പൊസിബിൾ. സജീവനേടെ ഓ ഓടുറങ്ങുകയായിരിക്കും. എടാ സജീവ, സജീവ ഒന്നിങ്ങി എന്നിട്ട് വാ. നിന്റെ അമ്മാവൻ വന്നിനെ. ഇങ്ങ് വാടാ. ഈ ഇങ്ങനെ 24 മണിക്കൂർ കിടന്ന് തുടങ്ങിയ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഈ എങ്ങനെ അറിയും? ഈ എന്തിനാ ഓക്ക് വണ്ടി കൊടുത്തത്? കൊടുത്തല്ല, ഓൾ എടുത്തോണ്ട് പോയതല്ല. ഇന്റെ സമ്മതമില്ലാതെ ഓൾ ഓട്ടോ എടുത്തോണ്ട് പോകുമോ? നാണോ മാനോ ഓട്ടോ നിനക്ക്? ആണുങ്ങളായ ഇച്ചിരി ചുട വേണം. എടാ നീ ഓട്ടോ ഓടിച്ച് പൈസ ഉണ്ടാക്കി ഓൾക്ക് കാണിച്ചു കൊടുക്കും. അതിന് ഓട്ടോ വേണ്ടേ? നീ ഒരു ഓട്ടോ മേടിക്ക്. സൈക്കിള് മേടിക്കാൻ പോലും കാശില്ല. പിന്നെ ഞാൻ എന്നാ ഇച്ചിരി. നീ ഇടയ്ക്കാ പോണേ, അമ്മാവൻ പറയണ കേക്ക്. എടാ മണ്ട, എല്ലാരും ഓടിക്കട സ്വന്തം ഓട്ടോ ആണോ? നീ ഒരു ഓട്ടോ കൂലിക്കെടുക്ക്. ഓ അല്ല സേത്തു. എനക്ക് നല്ല കട ഉണ്ടെന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇനി കടം ചോദിക്കാൻ അമ്പഞ്ഞേ ഉള്ളൂ. അവന്റെ നമ്പർ. ഓ ഒരു മോനെ, ഒന്നും അറിയാത്ത ചെറിയ കുട്ടി. ഓനെ മടിയിലിരുത്തി കുറച്ച് പോലെ കൊടുക്ക്. വേണേ കൊടുക്കും. അവൻ എന്റെ മോനാ. ആണും പെണ്ണുമായിട്ട് എനിക്ക് അവൻ മാത്രമേ ഉള്ളൂ. തുടങ്ങി പിന്നെ മോനെ പുന്നാരിക്കാൻ. നീ ഓനെ ലാളിച്ച് ഒന്നിനും കൊള്ളാത്തവരാക്കി. ഇങ്ങളായി ഇങ്ങടെ പാടായി. ഞാൻ പോവുക. പോവല്ലേ ഏട്ടാ, നിങ്ങൾ തന്നെ അവനൊരു വഴി പറഞ്ഞു കൊടുക്ക്. നിങ്ങളിരിക്കുക, ഞാൻ ചായ എടുക്കാം. എല്ലാത്തിനും എന്നെ കുറ്റം പറയുന്നു. എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോയത് എൻ്റെ കുറ്റ. ബ്ലൈഡ് കിട്ടാൻ വീട്ടിൽ ഒന്ന് വായി തോന്നിയത് പറഞ്ഞതും എനിക്ക് ഓട്ടം കിട്ടാത്തതൊക്കെ എൻ്റെ കുറ്റ. ഞാൻ ഒരു കുറ്റം മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഓളെ മംഗലം കഴിച്ചത്. ഈ ഒരു തെറ്റും ചെയ്തിട്ടില്ല. മംഗലം കഴിച്ചാലെങ്കിൽ ഈ നന്നാവുന്ന ഞാൻ തിരിച്ചത്. ഒരു പരിചയമില്ലാത്തതിൻ്റെ കൂടെ മോളെ മംഗലം കഴിച്ചു വിടുമ്പോൾ ആ കുമാരൻ വൈശ്യരുടെ മനസ്സിലെ പ്രാർത്ഥന എന്താണെന്നറിയോ? ഓള് ഉണ്ടു കൊടുത്തും സുഖമായിട്ട് കഴിയുന്നതാണ്. എന്നിട്ടെന്താ ഓള് തുണി കൊടുക്കാതെ നടക്കുന്നത്? ആനക്കൊന്നും മനസ്സിലാവില്ല. ഇനി പോത്താ. ഓളല്ലേ എൻ്റെ ഓട്ടോ ഓടിച്ച് കടന്ന് ഇന്നെ അപമാനിക്കുന്നത്. എന്നിട്ട് ഓള് വമ്പത്തി, ഞാൻ പോത്ത്. ഈ ഒരു ഓട്ടോ ഓടിക്ക്. എൻ്റെ ഫ്രഞ്ചമ്മാവൻ പറഞ്ഞ പോലെ കൂലിക്കൊരു ഓട്ടോ എടുക്ക്. ബാക്കിയെങ്കിൽ എൻ്റെ ഉറക്കം തൂങ്ങിയാൽ ഏർപ്പാടാൻ നടക്കില്ല. പണിയെടുക്കണം, രാത്രിയൊന്നും പകലൊന്നും ഇല്ലാണ്ട്. ഞാൻ എന്തുവേണോ ചെയ്യാം. ഈ കൂലിക്കൊരു ഓട്ടോ ഏർപ്പാടാക്കിത്ത. കാശുണ്ടാക്കി ഓൾക്ക് കാണിച്ചു കൊടുക്കണം. എന്നെ തോൽപ്പിക്കാൻ പറ്റൂല. അങ്ങനെ വാശി ഉണ്ടാവണം ജീവിതമായാലും. ഈ ഓട്ടോ വാടകയ്ക്ക് കൊടുക്കണ കുരിശോണിനെ അറിയോ? എനക്കൊരു കുരിശിനെ അറിയില്ല. നമ്മുടെ ബാലനറിയാം. ഓം വിചാരിച്ച് നടക്കും. ഈ ആ ബാലനെ കൂട്ടി പോയി കുരിശോണിനെ ഒന്ന് കാണാം. ഇനി എങ്ങനെയായാലും ഓട്ടോ എനിക്ക് സെറ്റാക്കി തരണം. നീ ധൈര്യമായിട്ടിരിക്കടോ, ഞാൻ ശരിയാക്കി തരാം. ഓടി ഞാൻ പറയുന്ന അപ്പുറം ഇല്ലാന്ന്. അയ്യോ, വീട് അടച്ചെടുക്കാമോ? ഇനി കുരിശുണ്ടാവോ? ഇവാ നോക്കാം. കുരിശല്ല, ഇനി മുതലാളിന്ന് വിളിക്ക്. മുതലാളി ബെല്ലടിക്ക്. നമസ്കാരം മുതലാളി. എന്താ വന്ന്? ഞാൻ ഇവിടുത്തെ ഓട്ടോക്കാരൻ ബാലനാ. ഈ ബാലനോ കീലനോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ. എന്താ വന്നത് അത് പറ. ഇത് സജീവൻ, എൻ്റെ ചങ്ങായി. ഇവൻ്റെ കാര്യത്തിനാ വന്നേ. എന്ത് കാര്യം? ഇവനൊരു ഓട്ടോ വേണം. സജീവൻ മാഗി സ്റ്റാൻഡിലെ ഓട്ടോക്കാരനാ. ഇവൻ്റെ ഓട്ടോ ഈ പഴയ മുതലാളി വിറ്റു. അതിന് ഇപ്പൊ ഒരു മുതലാളി ഇവനെ ഒന്ന് സഹായിക്കണം. വയറ്റിപ്പഴപ്പിൻ്റെ കാര്യമാണ്. തരാം. ഈ ഗ്യാരണ്ടി നിൽക്കോ? ഞാൻ 100% ഗ്യാരണ്ടി വെക്കാം. കാര്യങ്ങൾ കൃത്യമായിരിക്കണം. ദിവസ വാടക 400 റുപ്യ. ഓടിയാലും ഓടിയില്ലെങ്കിലും എനക്കത് കിട്ടിയിരിക്കണം. വാടക ഇച്ചിരി കുറച്ചുകൂടെ, ഒരു 300. ഒരു കാശ് കുറയ്ക്കൂല.
ഓട്ടോ ഒന്ന് പച്ച പിടിച്ചാൽ കൂട്ടിത്തരാം. ദിവസ വാടക 400 റുപ്യ. ഒരു ചില്ലി കാശ് കുറയ്ക്കൂല. സമ്മതല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കോ. അത് അല്ല, സമ്മതമാണ്. ആ എന്നാ 2 എണ്ണം ബാക്കിയുണ്ട്. മയ്യഴി മാതാവും വളവിൽ ഭഗവതിയും. ഏതാ വേണ്ടത്? ഏതാ ഓടണത്? 2 ഓടും. മയ്യഴി മാതാവ് മതി. എന്നാ നാളെ വന്ന് മയ്യഴി മാതാവിനെ കൊണ്ടുപോയിക്കോ. 2 ദിവസത്തെ അഡ്വാൻസ്. ആ മയ്യഴി മാതാവെ വാടക കൃത്യമായി കിട്ടണേ. സജീവം വന്നല്ലോ, എല്ലാവരും ഒന്ന് കൈയടിച്ചേ. അടിപൊളി. എങ്ങനെയുണ്ട്? ഒന്നും പറയാനില്ല, സൂപ്പർ. ഞാൻ ആദ്യം കഴിക്കാം. ഇനി എല്ലാവർക്കും കൊടുത്തേക്ക്. എല്ലാവരും എടുത്തോളൂ. മയ്യഴി മാതാവിന്റെ ചെലവാണ്. എടുത്തോ. എനിക്ക് 2 ദിവ്യമോളും മയ്യഴി മാതാവും ഇനി മാഹിയുടെ മത്സരിച്ചോടും. നല്ലതാ. ഞാൻ ആരോടും മത്സരിക്കാനില്ലപ്പാ. ഓൾക്കസൂയാന്ന്. ഒരോട്ടം പോണല്ലോ. ചേട്ടാ ഇത് കേൾക്കും. ഓന്റെ കന്നി ഓട്ടോ കൈ നീട്ടൻ ചേട്ടന്റെ വക ആയിക്കോട്ടെ. ഏട്ടാ നിങ്ങൾ ഇങ്ങോട്ട് വന്നേ. ഓന്റെ ഒരു കന്നിയോട്ടും ഇല്ല. ചേട്ടാ ഏട്ടാ നിങ്ങൾ വാ. എന്തരാധികെ ഇവിടെ ചില നിയമങ്ങളുണ്ട്. മുന്നിൽ നിൽക്കുന്ന ഓട്ടോ ആദ്യം പോണ്ട്. നിങ്ങൾ കേറിക്കോ. എനിക്കിപ്പോ മുമ്പിലായാലും ബാക്കിലായാലും ഏതിലായാലും പോയാൽ മതി. കന്നി ഓട്ടല്ലേ ചേട്ടാ, അവൻ വാ ചേട്ടാ. കേറിക്കോട്ടാ, നിങ്ങൾ കേറിക്കോ. ഇങ്ങനെ വാശി പിടിക്കാതെ അധികേ ഓനും ഓടട്ടെ. ഓ കന്നി ഓട്ടോ അങ്ങനെ പോയി പോയാട്ടെ, നേരെ നോക്കി തന്നെ പോയാ. ഓട്ട സജീവ, നീ വണ്ടി കയറ്റി ലൈനിലിട്. ചിലരെയൊക്കെ വിചാരം ഞാൻ തോറ്റു തൊപ്പിയിട്ടു എന്നാ. അങ്ങനെ തോക്കുന്നവനല്ലമ്മേ ഈ സജീവൻ. ദിവ്യമോള് നാട് മുഴുവൻ വിലസി നടക്കുന്നുണ്ട്. ചിലർക്കൊക്കെ അസൂയാമ്മ. ഇനി മയ്യഴി മാതാവുമായിട്ട് വിലസാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കാണാൻ ചിലരുടെയൊക്കെ അസൂയ. വിലസി നടക്കുമെന്നറിയില്ല. ഇനി മയ്യഴി മാതാവിന്റെ മടിയിലായിരിക്കും റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. മയ്യഴി മാതാവിന്റെ മടിയിലാണോ മാതാവിനെ കെട്ടിപ്പിടിച്ചാണോ കിടക്കേണ്ടതെന്ന് ഞാൻ തീരുമാനിക്കും. അതിന് മറ്റുള്ളവർക്ക് എന്താ ചെയ്തോ അമ്മേ? അമ്മ, പുരുഷ ജോണിക്ക് ദിവസം 400 റുപ്യ കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ അയാൾ ഗുണ്ടകൾ അയച്ച് മാതാവിനെ പൊക്കിയെടുത്ത് കൊണ്ടുപോകും. നമുക്കത് ഉടനെ കാണാം. ഈശ്വര, എനിക്കൊന്നും തെറ്റിയുന്നില്ല. ആ പിന്നെ ഒരു കാര്യമ്മ, കുരിശ് ജോണിക്ക് പൈസ കൊടുക്കാൻ വേണ്ടി കെഞ്ചിക്കൊണ്ട് എൻ്റെ അടുത്താരും വരണ്ട. ഞാനൊരു ചില്ലി കാശ് കൊടുക്കൂല. അമ്മ ഒന്ന് വഴിയിൽ നിന്ന് മാറാവോ? പോ.